നമസ്കാരം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പേഴ്സണൽ ഫിനാൻസ് എന്താണ്, അതെങ്ങനെ നമുക്ക് അനായാസമായിട്ട് പ്ലാൻ ചെയ്യാൻ സാധിക്കും എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് പേഴ്സണൽ ഫിനാൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന മണീനെ എങ്ങനെ നമ്മൾ മാനേജ് ചെയ്യുന്നു എന്നതിനെയാണ് പേഴ്സണൽ ഫിനാൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അതിൻ്റെ അകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 5 പില്ലേഴ്സ് ആണുള്ളത്. അത് 1 ഇൻകം, 2 സ്പെൻഡിങ്, 3 സേവിങ്സ്, 4 ഇൻവെസ്റ്റിംഗ്, 5 പ്രൊട്ടക്ഷൻ. അപ്പൊ നമ്മൾ മുമ്പോട്ട് പോകുന്നതിന് ഓരോ സ്റ്റെപ്സും എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ 5 പില്ലേഴ്സ് ആണെന്ന് പറഞ്ഞു. നമ്മുടെ ഒന്നാമത്തെ പില്ലർ ഏതാണ്? ഇൻകം. അപ്പൊ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പക്ഷേ ഒരു എമൗണ്ട് നമ്മുടെ കയ്യിലേക്ക് വരുന്ന ആ ഒരു ഇതിനെയാണ് ഇൻകം എന്ന് പറയുന്നത്. അതൊരു പക്ഷേ സാലറി ആയിട്ടായിരിക്കാം വരുന്നത്, ബോണസ് ആയിട്ടായിരിക്കാം, പെൻഷൻ ആയിട്ടായിരിക്കാം, ഡിവിഡന്റ് ആയിട്ടായിരിക്കാം, പാസീവ് ഇൻകം ആയിട്ടായിരിക്കാം, റെന്റൽ ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ബിസിനസ്സിൽ നിന്നായിരിക്കും വരുന്നത്. എങ്ങനെയാണോ നമ്മുടെ കയ്യിലേക്ക് ഒരു ഇൻകം, ഒരു മണി നമ്മുടെ കയ്യിലേക്ക് വരുന്നുണ്ടോ അതിനെയെല്ലാം ഇൻകം എന്ന് പറയാം. അതിനെല്ലാം ചേർത്ത് നമുക്ക് മന്ത്ലി ഇൻകം നമുക്ക് ലഭിക്കുന്നതെന്ന് നമുക്ക് കൂട്ടിയെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇനി രണ്ടാമത്തെ എന്താണ്? സ്പെൻഡിങ്. നമുക്ക് 2 തരം സ്പെൻഡിങ് ആണുള്ളത്. നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പുറത്തേട്ട് പോകുന്നു. ഒന്നാണ് നീഡ്സ്, രണ്ടാണ് വാൺസ്. നീഡ്സ് എന്ന് പറയുന്നത് നമുക്ക് ഉറപ്പായിട്ട് നമുക്കത് കൊടുത്തേ പറ്റുള്ളൂ. അത് ചിലപ്പോൾ റെന്റ് ആയിരിക്കാം, റെന്റിൽ താമസിക്കുന്നവർ, അല്ലെങ്കിൽ ഗ്രോസറീസ് വാങ്ങുന്നതിനായിരിക്കാം, അല്ലെങ്കിൽ യൂട്ടിലിറ്റീസ് ആയിരിക്കാം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും സ്പെൻഡിങ്ങിലേക്ക് പോകുന്നത്. ഇനി സ്പെൻഡിങ്ങിലെ നീഡ്സിൽ വരുന്നത്. രണ്ടാമതാണ് വാൺസ്. അപ്പൊ അത് വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം അല്ലെങ്കിൽ കുറയ്ക്കാം ആ വാൺസ്. അതാണ് എന്റർടൈൻമെന്റ്, അല്ലെങ്കിൽ ഡൈനിങ് ഔട്ട്, അല്ലെങ്കിൽ ട്രാവലിംഗ്, ഇങ്ങനെയുള്ള വരുന്ന എക്സ്പെൻസിനെയാണ് സ്പെൻഡിങ്ങിൽ വാൺസിൽ വരുന്നത്. അപ്പൊ നീഡ്സ് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റത്തില്ല. വാൺസ് വേണമെങ്കിൽ നമുക്ക് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് സേവിങ്സ് എന്ന് പറയുന്നത് മൂന്നാമത്തെ ഒരു പില്ലറാണ്. അതായത് ഇൻകം വന്നു, അതിൻ്റെ അകത്ത് കുറച്ച് സ്പെൻഡ് ആയി നീഡ്സിലും വാൺസിലും, അതിനുശേഷം നമ്മൾ കുറച്ച് സേവ് ചെയ്യുന്നു. ആ സേവ് ചെയ്യുന്നത് എന്തിനാണ്? ഷോർട്ട് ടൈമിലേക്ക് വേണ്ടിയാണ്. ഷോർട്ട് ടൈമിൽ നമുക്കൊരു ലിക്വിഡിറ്റി കിട്ടുന്നതിനും നമുക്ക് ഒരു എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നതിനുമാണ് നമ്മൾ സേവിങ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ ചെറിയ ചെറിയ ഗോൾസ് ഉണ്ടായിരിക്കാം. അതായത് വണ്ടി വാങ്ങണം, അല്ലെങ്കിൽ ഒരു മൊബൈൽ അപ്ഗ്രേഡ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് എങ്ങോട്ടെങ്കിലും ഒരു ടൂറിന് പോകണം. അങ്ങനെയൊക്കെ എന്തെങ്കിലും നമ്മുടെ ഒരു ഗോൾ ഉണ്ട്, അതിനു വേണ്ടി നമ്മൾ സേവ് ചെയ്യുന്നവരായിരിക്കും. അതിന് ഷോർട്ട് ടൈമിൽ നമ്മൾ സേവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സേവിങ്സ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ഒരു ഫിക്സ്ഡ് റിട്ടേൺ കിട്ടുന്ന എടുത്തായിരിക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. റിസ്ക് ഒന്നും എടുക്കാൻ തയ്യാറല്ല. നമ്മുടെ ഗോൾ പെട്ടെന്ന് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ അതിനെയാണ് സേവിങ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇൻവെസ്റ്റിംഗിലേക്ക് വരുന്നത് എന്താണ്? അത് നമുക്ക് ഏതെങ്കിലും അസറ്റ് ക്ലാസ് ഫ്യൂച്ചറിൽ ഗ്രോ ചെയ്യും. അത് വലിയൊരു ടൈമിൽ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്ത് നല്ലൊരു റിട്ടേൺ കിട്ടും, നല്ലൊരു വെൽത്ത് ബിൽഡ് ചെയ്യാൻ സാധിക്കും, നമുക്ക് ഫ്യൂച്ചറിൽ റിട്ടയർമെന്റ് പ്ലാൻ ചെയ്യാൻ സാധിക്കും എന്ന് ഉദ്ദേശിച്ച് ചെയ്യുന്നതിനെയാണ് ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഇൻവെസ്റ്റ്മെന്റിൽ ഏതൊക്കെയാണ് വരുന്നത്? സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ബോൺസിൽ ഇൻവെസ്റ്റ് ചെയ്യാം, മ്യൂച്വൽ ഫണ്ട്, റിയൽ എസ്റ്റേറ്റ്, അതുപോലെ തന്നെ നമുക്ക് പല പ്രോപ്പർട്ടികളിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പൊ അതിനെയാണ് നമ്മൾ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരുണ്ടാകും, അതിനെയാണ് ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി അതെല്ലാം കഴിഞ്ഞിട്ട് ഇതിനെല്ലാം നമുക്കൊന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കാര്യമാണ് പ്രൊട്ടക്ഷൻ, അതായത് ഇൻഷുറൻസസ്. അപ്പൊ അത് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നു. അതിന്റെ അകത്ത് ഏതൊക്കെയാണ് വരുന്നത്? നമുക്ക് നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് വരുന്നുണ്ട്, ലൈഫ് ഇൻഷുറൻസ് വരുന്നുണ്ട്, പ്രോപ്പർട്ടി ഇൻഷുറൻസ് വരുന്നുണ്ട്. ഇതൊക്കെയാണ് ഇൻഷുറൻസിൽ വരുന്നത്. ഓക്കെ, ഇതാണ് 5 പില്ലേഴ്സ്. അപ്പൊ ഇതിനെ എങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്യണം എന്നുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ് ഞാൻ ഒരു എക്സാമ്പിളോട് കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും മനസ്സിലാൻ വേണ്ടിയാണ് ഡയറക്റ്റ് ആയിട്ട് എക്സാമ്പിളിലേക്ക് പോയിരിക്കുന്നത്. ഇപ്പൊ ഒരു ആവറേജ് മന്ത്ലി ഇൻകം കിട്ടുന്ന ഒരു 40,000 രൂപ മന്ത്ലി ഇൻകം കിട്ടുന്നയാള് എങ്ങനെ ഇതിനെ ഒന്ന് മാനേജ് ചെയ്യാൻ പറ്റും, എങ്ങനെ നമുക്ക് പേഴ്സണൽ ഫിനാൻസിൽ നമുക്കൊന്ന് ഫണ്ടുകളെ അലോക്കേറ്റ് ചെയ്യാൻ സാധിക്കും എന്നാണ് കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ടോട്ടൽ ഇൻകം എത്രയാണ്? മന്ത്ലിയിൽ നമുക്ക് 40,000 രൂപയാണ് നമ്മുടെ ടോട്ടൽ ഇൻകം വരുന്നത്. 40,000 രൂപ നമുക്ക് വരുമ്പം ഇപ്പം ചിലപ്പോൾ ചിലവരുണ്ടായിരിക്കും 30,000 രൂപ ഇൻകം വരുന്നവരായിരിക്കും, ചിലവർ 50,000 വരുന്നവരുണ്ടായിരിക്കും, ചിലവർ 1,00,000 രൂപ വരുന്നവരുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ആശയം മനസ്സിലാക്കി എടുക്കുക, നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് അലോക്കേറ്റ് ചെയ്യാൻ സാധിക്കും ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ 40,000 രൂപ ടോട്ടലായിട്ട് മന്ത്ലി ഇൻകം വന്നു. അതിന്റെ അത് നമ്മൾ ആദ്യമേ തന്നെ ചെയ്യേണ്ടത് നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസും ലൈഫ് ഇൻഷുറൻസും ഇല്ലെങ്കിൽ അത് എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിനുവേണ്ടി 10%, എന്റെ സാലറിയുടെ 10% ഞാൻ ആദ്യമേ തന്നെ ഹെൽത്തിനും ലൈഫിനും മാറ്റി വെക്കുകയാണ്. അപ്പൊ അത് എന്തുകൊണ്ടാണ്? നമ്മളൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മളെയും നമ്മുടെ ഫാമിലിനെയും പ്രൊട്ടക്ട് ചെയ്യേണ്ടതാണ് എമർജൻസീസിൽ നിന്ന്. അല്ലെങ്കിൽ ഈ ഇൻഷുറൻസ് ഇല്ല, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോയി പെട്ടെന്ന് ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാൽ, ഈ ഒരു എമൗണ്ട് ഒറ്റയടിക്ക് ഇൻവെസ്റ്റ്മെന്റ് എല്ലാം നമ്മുടെ തകർന്നു പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ആദ്യമേ തന്നെ നമുക്ക് ആ ഒരു പോകുന്ന ഒരിക്കലും അത് നഷ്ടമാണെന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. ഒരു 10% നമ്മൾ മാറ്റി വെച്ചു. നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസും ഒരു ലൈഫ് ഇൻഷുറൻസും എടുക്കണം. ഞാൻ അപ്രോക്സിമേറ്റ് ഒരു 2,000 രൂപ, ടോട്ടൽ 4,000 രൂപയാണ് 40,000 നിന്ന് മാറ്റി വെച്ചത്. 2,000 രൂപ ഹെൽത്തിനും 2,000 രൂപ ലൈഫിനും. അപ്പൊ അത് നിങ്ങളുടേതായ
നിങ്ങളുടേതായ രീതിയിൽ മാനേജ് ചെയ്യാം. ഒരു 3000 രൂപ 4000 രൂപ 5000 രൂപയ്ക്കുള്ളിൽ നമുക്കും അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടുമുള്ള ഡിപ്പെൻഡൻസിനും ഒരു ഇൻഷുറൻസ് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഒരു കാര്യം ഓർത്തിരിക്കുക, ലൈഫ് ഇൻഷുറൻസ് ഉറപ്പായിട്ട് നിങ്ങൾ കമ്പൽസറി ആയിട്ട് എടുത്തേ പറ്റുള്ളൂ നിങ്ങളുടെ ഡിപ്പെൻഡൻസ് ഉണ്ടെങ്കിൽ. അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസും വളരെ നിർണായകമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ എടുക്കുന്നത്. ഓക്കെ, നമ്മൾ 10% മാറ്റി വെച്ചു. നമ്മൾ ലൈഫ് ഇൻഷുറൻസ് ലൈഫും ഹെൽത്തും പ്രൊട്ടക്ട് ചെയ്തു. ഓക്കെ, നമ്മൾ സേഫ് ആയി. ഇനി നമ്മൾ സേവിങ്സ് സ്റ്റാർട്ട് ചെയ്യുവാണ്. എന്തിനാണ് സേവ് ചെയ്യുന്നത്? നമ്മുടെ ഷോർട്ട് ടൈം ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി. ഇപ്പൊ ഷോർട്ട് ടൈമിൽ നമുക്ക് ഒന്ന് ലിക്വിഡിറ്റി വേണം. അതായത് നമുക്ക് നമ്മൾ പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് ഫിക്സ്ഡ് ആയിട്ടുള്ള റിട്ടേൺ കിട്ടണം. അതായത് നമുക്ക് ഒരിക്കലും മാർക്കറ്റിലെ ഫ്ലക്ച്വേഷൻസ് ഒന്നും നമുക്ക് പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യമേ സേവിങ്സിലേക്ക് പോവുകയാണ്. ഇപ്പൊ ഞാനിവിടെ 15% മാറ്റി വെച്ചിരിക്കുന്നത് 6000 രൂപ. നമുക്ക് വേണമെങ്കിൽ 15, 20, 25 ഒക്കെ മാറ്റി വെക്കാം. ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. നമ്മുടെ ഷോർട്ട് ടൈം ഗോൾസ് ഒത്തിരി ഉണ്ടെങ്കിൽ ഈ ഒരു എമൗണ്ട് കുറച്ചും കൂടെ കൂട്ടേണ്ടതായിട്ടുണ്ട്. അതല്ല, ഷോർട്ട് ടൈം ഗോൾസ് കുറവാണെങ്കിൽ ഇതിലും കുറയ്ക്കാനും സാധിക്കുന്നതായിരിക്കും. അപ്പൊ അത് നമുക്ക് എമർജൻസി ഫണ്ട്, ആദ്യമേ കുറച്ച് എമർജൻസി ഫണ്ട് മാറ്റി വെക്കണം. അതുപോലെ തന്നെ നമുക്ക് ഷോർട്ട് ടൈമിലുള്ള ഗോൾസിന് വേണ്ടി കുറച്ച് എമൗണ്ട് മാറ്റി വെക്കണം. അപ്പൊ എന്താണ് എമർജൻസി ഫണ്ട്? എമർജൻസി ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഒന്നുകിൽ ഒരു ബൾക്കായിട്ട് ഒരു എമൗണ്ട് മാറ്റി വെക്കാം. അതായത് നമുക്കൊരു 3, 4, 5, 6 മാസം നമുക്ക് ജോലി ഇല്ലാതായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് താമസിക്കാൻ പറ്റുന്ന അത്രയും ടൈം നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫണ്ട് നമ്മൾ മാറ്റി വെച്ചേ പറ്റുള്ളൂ. ആ ഒരു ഫണ്ട് ചിലപ്പോൾ ഓരോരുത്തരുടെയും എക്സ്പെൻസിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണ്? നമുക്ക് ഒരു മാസത്തിൽ നമുക്ക് താമസിച്ചു പോകാൻ വേണ്ടി എത്ര എക്സ്പെൻസ് വരുന്നുണ്ടോ അതേ ഇൻറ്റു 6 അല്ലെങ്കിൽ അതേ ഇൻറ്റു 12 ഗുണിക്കുക. അപ്പൊ എത്രയാണോ എമൗണ്ട് കിട്ടുന്നത് അത് ഒരു പക്ഷേ 50,000 ആയിരിക്കാം, 1 ലക്ഷം ആയിരിക്കാം, 2 ലക്ഷം ആയിരിക്കാം, 3 ലക്ഷം ആയിരിക്കാം. അപ്പൊ അത്രയും എമൗണ്ട് ഒരു എമർജൻസി ഫണ്ട് ആയിട്ട് മാറ്റി വെക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പൊ ഒന്നിച്ച് നമുക്ക് മാറ്റി വെക്കാൻ ഇല്ലാത്തവരാണെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ബാങ്കിൽ പോയി നമുക്കൊരു RD തുടങ്ങാം. അതായത് ഞാനിപ്പം സേവിങ്സിലേക്ക് 15% മാറ്റി വെച്ചു. ഒന്നിച്ച് മാറ്റി വെക്കാൻ ഇല്ലാത്തവരാണ് എങ്കിലും ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ എമർജൻസി ഫണ്ട് നമുക്ക് ആഡ് ചെയ്യണം എന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ നമുക്ക് പതിയെ എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവെക്കാം. അപ്പൊ അതെങ്ങനെയാണ്? നമുക്കൊരു 15% മാറ്റി 6000-ൽ നിന്ന് 3000 രൂപ ഞാൻ RD ആയിട്ട് ബാങ്കിലേക്ക് ഇടാൻ തുടങ്ങി. അപ്പൊ എന്നാണോ നമ്മുടെ ആ 1 ലക്ഷം അല്ലെങ്കിൽ 2 ലക്ഷം എന്നുള്ള എമർജൻസി ഫണ്ട് തികയുന്നത് അന്ന് വരെ ഞാൻ RD കംപ്ലീറ്റ് ആയിട്ട് ചെയ്തു. ആ ഒരു എമർജൻസി ഫണ്ട് ആയി വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു RD നമുക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യാം. അതിനുശേഷം അവിടെ തന്നെ അത് സ്റ്റോർ ചെയ്ത് വെക്കാം. നമുക്ക് എപ്പോഴാണ് ആവശ്യം വരുന്നത് അത് അവിടെ നമ്മൾ വിഡ്രോ ചെയ്യുന്നു, നമ്മൾ യൂസ് ചെയ്യുന്നു. അതേ സമയത്ത് അതിന് ടോപ്പ് അപ്പ് ചെയ്ത് വെക്കുന്നു, വീണ്ടും അതുപോലെ തന്നെ ടോപ്പ് അപ്പ് ചെയ്ത് വെക്കുന്നു. ഇൻ കേസ് നമ്മൾ യൂസ് ചെയ്തില്ലെങ്കിൽ FD-യിലെ 6-7% റിട്ടേൺ ഫിക്സ്ഡ് ആയിട്ട് കിട്ടും. അത് നമ്മൾ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്ത് ആ ഒരു ഫണ്ട് അവിടെ തന്നെ കിടക്കാൻ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനെയാണ് എമർജൻസി ഫണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വരുന്നതാണ് ചെറിയ നമ്മുടെ ഗോൾസ്. നമുക്ക് പെട്ടെന്ന് വരുന്ന ഗോൾസിന് വേണ്ടി അത് നമുക്ക് ഒരു RD ആയിട്ട്, സെപ്പറേറ്റ് ഒരു RD ആയിട്ട് നമുക്ക് FD അല്ലെങ്കിൽ ലിക്വിഡ് ഫണ്ടുകളിൽ നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം മാർക്കറ്റിലേക്ക് വന്ന് ലിക്വിഡ് ഫണ്ടുകളുണ്ട്, ലിക്വിഡ് ഫണ്ടുകളിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പൊ അതിന്റെ അകത്തായിട്ട് ഞാൻ 3000 രൂപയാണ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഗോളിനനുസരിച്ച് അത് മാറും. ഓക്കെ, അപ്പൊ ഇനി അടുത്ത നമ്മുടെ 4ാമത്തെ പില്ലറാണ് നമ്മുടെ ഇൻവെസ്റ്റിംഗ് എന്നുള്ള പില്ലർ. അപ്പം അത് നമ്മുടെ ലോങ് ടൈം വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്ത് നല്ലൊരു കോർപ്പസ് ഫ്യൂച്ചറിൽ ജനറേറ്റ് ചെയ്യുന്നതിനും വേണ്ടിയാണ് അത് യൂസ് ചെയ്യുന്നത്. ഇവിടെ 20% ആണ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ അലോക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് കാണിച്ചു തരാം. ഞാനിവിടെ 20% ആണ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് എവിടെ അലോക്കേറ്റ് ചെയ്യാം? നമുക്ക് മ്യൂച്വൽ ഫണ്ടുകളിൽ SIP സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഫിക്സഡ് ഡിപ്പോസിറ്റിലേക്കും ബോണ്ടുകളിലേക്കും സ്റ്റേബിൾ ഇൻകം കിട്ടുന്നതിന് ഡൈവേഴ്സിഫൈ ചെയ്തിടാൻ സാധിക്കുന്നതായിരിക്കും. അപ്പൊ ആ ഒരു എമൗണ്ട് ഫ്യൂച്ചറിന് വേണ്ടിയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് 20% ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. അതല്ല, കൂടുതൽ ലോണും കാര്യങ്ങളൊക്കെ ഉള്ളവരാണ്, നമുക്ക് അത്ര ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഒരു 10% മിനിമം ചെയ്യാൻ നോക്കുക ഫ്യൂച്ചറിന് വേണ്ടി. ഓക്കെ, അപ്പൊ എന്നാലാണ് കോമ്പൗണ്ടിങ്ങിന്റെ പവർ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ കിട്ടുള്ളൂ. അപ്പൊ ഈ ഒരു മ്യൂച്വൽ ഫണ്ട് SIP ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, ഈ ഒരു വീഡിയോയുടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ വന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏത് മ്യൂച്വൽ ഫണ്ട് ആണ് നല്ലത്, അതുപോലെ തന്നെ നമുക്ക് എങ്ങനെ വെയിറ്റ് ഇട്ട് നല്ല രീതിയിൽ അലോക്കേറ്റ് ചെയ്യാം, എങ്ങനെ റീബാലൻസ് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളും ടാക്സേഷനും കാര്യങ്ങളും എല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും. ആ ഒരു അവസരം നിങ്ങൾക്ക് വിനിയോഗിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴത്തേനും നമ്മൾ സ്പെൻഡിങ് 55% ഞാനിവിടെ സ്പെൻഡിങ്ങിൽ ഇട്ടിട്ടുണ്ട്. അവിടെ എന്താണ് വരുന്നത്? നമ്മുടെ ലൈഫ് സ്റ്റൈൽ നീഡ്സ് ആൻഡ് വാണ്ട്സ് ആണ്. അപ്പൊ ഇവിടെ ഞാൻ നീഡ്സിന് വേണ്ടി 15,000 രൂപ മാറ്റി വെച്ചു, വാൺസിന് വേണ്ടി 7,000 രൂപ ഞാൻ മാറ്റി വെച്ചു. അപ്പൊ നീഡ്സ് ഏതായാലും നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ. അതിനകത്ത് റെന്റും, ഗ്രോസറി, ഇലക്ട്രിസിറ്റി ബില്ലും, വാട്ടർ ബില്ലും, ഇന്റർനെറ്റും, ബേസിക് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. വാൺസിന്റെ അത് വരുന്നത് നമുക്ക് വേണമെങ്കിൽ കുറയ്ക്കാനും കൂട്ടാനും സാധിക്കും. ഡൈനിങ് ഔട്ട്സ്, മൂവീസ്, ഹോബീസ്, ഷോപ്പിംഗ്സ് അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇൻ കേസ് നമ്മുടെ കയ്യിൽ ബാക്കിയുള്ള ആ പില്ലേഴ്സിലേക്ക് ഇടാനുള്ള എമൗണ്ട് ഇല്ലെങ്കിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത് വാൺസ് മാക്സിമം കുറച്ച് കഴിഞ്ഞിട്ട്
ബാക്കിയുള്ള പില്ലറുകൾ സെറ്റ് ചെയ്യാൻ നോക്കുക. ബാക്കിയുള്ള പില്ലറുകൾ ഒന്ന് സെറ്റ് ആയിട്ട് റൺ ആകുന്ന സമയത്ത് നമുക്ക് വീണ്ടും വാൺസ് പതുക്കെ പതുക്കെ കൂട്ടിയെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പൊ ഒരിക്കലും ഈ വാൺസ് എന്നുള്ള കാറ്റഗറിയിലേക്ക് കൂടുതലായിട്ട് പോകാതിരിക്കുക. അതൊരു 20-25% നിങ്ങളുടെ ഇൻകത്തിൽ നിർത്താൻ നോക്കുക. അതിൽ കൂടുതൽ പോകാതിരിക്കാൻ നോക്കുക. അതുപോലെ തന്നെ നീഡ്സിലും നോക്കുക. നീഡ്സിലും ഒരു 20-25% നിർത്താൻ നോക്കുക. അതാണ് ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് സ്പെൻഡിങ് ഒരു 50-55% തന്നെ നിൽക്കണം. ബാക്കി നമുക്ക് പ്രൊട്ടക്ഷനും സേവിങ്സും ഇൻവെസ്റ്റ്മെന്റും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്നും നമുക്ക് സ്കിപ്പ് ചെയ്യാനില്ല, എല്ലാം ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ നമ്മുടേതായ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. ഞാൻ എക്സാമ്പിൾ ആയിട്ട് ഒരു 40,000 രൂപ സാലറി കിട്ടുന്നയാള് ഇങ്ങനെ ഒരു പൈ ചാർട്ട് ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചറിലേക്ക് അവർ നല്ല ഒരു പേഴ്സണൽ ഫിനാൻസ് മാനേജ് ചെയ്തിട്ടാണ്, നല്ലൊരു പ്ലാനിങ്ങോട് കൂടി തന്നെയാണ് മുമ്പോട്ട് പോകുന്നത് നമുക്ക് പറയാൻ സാധിക്കും. അപ്പൊ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ ഇത് പ്ലാൻ ചെയ്യുക. ഒരു കാര്യം ഉറപ്പായിട്ട് ഓർത്തിരിക്കുക, എത്രയും പെട്ടെന്ന് ഇന്ന് തന്നെ പ്ലാൻ ചെയ്യാൻ നോക്കുക, നാളത്തേക്ക് വെക്കാതെ. അതാണ് എനിക്ക് ഈ വീഡിയോയിൽ നിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് ഒരു സിംഗിൾ വീഡിയോയിൽ ഓവറോൾ ഒരു ഐഡിയ പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ളത്? നമുക്ക് ഒരു ഇൻകം വരുന്നുണ്ട്. ആ ഒരു ഇൻകത്തിൽ നിന്ന് നമുക്ക് ആദ്യമേ തന്നെ നമ്മൾ ചെയ്തു തീർക്കേണ്ട എന്താണ്? നമുക്ക് എന്തെങ്കിലും വലിയ ഇൻട്രസ്റ്റുകൾ ഉള്ള ലോൺസ് ഉണ്ടെങ്കിൽ ആദ്യമേ തന്നെ ആ ഒരു ലോൺസുകൾ ആദ്യമേ തന്നെ ഈ പേഴ്സണൽ പ്ലാനിങ്ങിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ആ ലോൺസുകൾ ഒഴിവാക്കാൻ നോക്കുക, അത് തീർക്കാൻ നോക്കുക, പെട്ടെന്ന് തന്നെ അടച്ചു തീർക്കാൻ നോക്കുക. പേഴ്സണൽ ലോൺ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ കാർ ലോൺ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ള ഏതൊക്കെ ലോൺസ് ആണുള്ളത്, ക്രെഡിറ്റ് കാർഡ് കടമായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അത് അടച്ചു തീർക്കുക. അങ്ങനെയുള്ള ലോൺസ് ആദ്യം തന്നെ ക്ലോസ് ചെയ്യുക. അതിനുശേഷം ആദ്യം തന്നെ ഒരു ടേം ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസും ഹെൽത്ത് ഇൻഷുറൻസും എടുക്കുക. അതിനുശേഷം ചെറിയ സേവിങ്സ് എമർജൻസി ഫണ്ടും അതുപോലെ തന്നെ ഒരു ഷോർട്ട് ടൈം ഗോൾസിന് വേണ്ടി ചെറിയൊരു RD അല്ലെങ്കിൽ FD അല്ലെങ്കിൽ ലിക്വിഡ് ഫണ്ടിലിട്ട് ഒരു ചെറിയൊരു എമൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം അതിനൊപ്പം തന്നെ നല്ല ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റുകൾ ചെയ്യുക. നമ്മുടെ നീഡ്സ് കൺട്രോൾ ചെയ്യാൻ നോക്കുക. വാൺസ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫ്യൂച്ചറിലേക്ക് നല്ല രീതിയിൽ പ്ലാൻ ചെയ്തിട്ടാണ് പോകുന്നതെന്ന് വിചാരിക്കാം. ബാക്കിയുള്ളത് നമുക്ക് ദൈവത്തിന്റെ കയ്യിലേക്ക് കൊടുക്കാം. ഈ കാര്യങ്ങളാണ് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യുക. അപ്പൊ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, ഇവിടെ വന്ന് കോൺടാക്ട് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.